ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക എന്ന 118 ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കടാക്ഷ കിങ്കരീഭൂത കമല കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്തേന്ദ്രധനുപ്രഭ എന്ന 119 ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ കടാക്ഷ കിങ്കരീഭൂത കമല കോടി സേവിത, അതായത് ദേവിയുടെ 590 നാമം. കടാക്ഷം എന്നാൽ കൺകോണുകളിലൂടെയുള്ള നോട്ടത്തെയാണ് കടാക്ഷം എന്ന് പറയുന്നത്. കിങ്കരീഭൂത, ദാസികളായി തീർന്നത്. ലക്ഷ്മി ദേവിയുടെ ഒരു നാമമാണ് കമല. കമല കോടി എന്നാൽ കോടിക്കണക്കിന് ലക്ഷ്മിമാരാൽ സേവിത, സേവിക്കപ്പെടുന്നവൾ. സാധാരണഗതിയിൽ ലോകം മുഴുവൻ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ കോടിക്കണക്കിന് ലക്ഷ്മിമാരാണ്, അതായത് മഹാലക്ഷ്മിമാരാണ് ലളിതാംബികയുടെ ഒരു കടാക്ഷം കിട്ടാൻ വേണ്ടി ദാസികളെ പോലെ കാത്തു നിൽക്കുന്നത്. അതായത് നമ്മൾ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മഹാലക്ഷ്മിമാർ പോലും ലളിതാദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു എന്നാണ് ഈ നാമം പറയുന്നത്. ലളിതാദേവിയുടെ ഒരു കടാക്ഷം ലഭിച്ചവന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ദേവിയുടെ കടാക്ഷം ലഭിച്ച ഒരാളിനെ കോടാനുകോടി ലക്ഷ്മിമാർ ദാസികളെ പോലെ സേവിക്കുന്നു എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി പോലും പരാശക്തിയുടെ വെറും ഒരു ദാസി മാത്രമാണെന്ന് പറയുന്നതിലൂടെ ലളിതാംബികയുടെ സർവാധിപത്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി ദേവിയുടെ 591 നാമമായ ശിരസ്ഥിത, ശിരസിൽ സ്ഥിതി ചെയ്യുന്നവൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ തലയിൽ അമ്മ കുടികൊള്ളുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. കുണ്ടലിനി ശക്തി ഉണർന്ന് 1000 ഇതളുള്ള താമര എന്ന് സങ്കല്പിക്കുന്ന സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ ഒരാൾക്ക് പരമാനന്ദം ലഭിക്കുന്നു. ആ സഹസ്രാര പത്മത്തിൽ, അതായത് ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്നവളാണ് ദേവി. ശിരസിലുള്ള ഈ ബ്രഹ്മരന്ധ്രത്തിലാണ് ശിവനും ശക്തിയും ഒന്നായിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കണ്ണുകളടച്ച് നമ്മുടെ ശ്രദ്ധ തലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതായത് ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ആ മഹാദേവി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ശിരസ് എന്നത് ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും കേന്ദ്രമാണ്. നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന അന്തർജ്ഞാനമായി അമ്മ അവിടെ നിലകൊള്ളുന്നു. ഇനി ദേവിയുടെ 592 നാമമായ ചന്ദ്രനിഭ, പൂർണ്ണ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിലുള്ള ചന്ദ്രനല്ല, മറിച്ച് നമ്മുടെ ശിരസിലെ ബ്രഹ്മരന്ധ്രത്തിന് തൊട്ടു താഴെയായി സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ പ്രകാശമാനമായ സ്ഥാനമാണ് ചന്ദ്രമണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മണ്ഡലത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശമാനമാണ്. ഇനി ദേവിയുടെ 593 നാമമായ ഫാലസ്ത. ഫാലം എന്നാൽ നെറ്റിത്തടം, അതായത് നെറ്റിത്തടത്തിലെ ഭ്രൂമധ്യത്തിൽ വസിക്കുന്നവളാണ് ദേവി. ഭ്രൂമധ്യം എന്നാൽ 2 പുരികങ്ങൾക്കിടയിലുള്ള സ്ഥാനം. ആ ഭ്രൂമധ്യത്തിലാണ് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ആജ്ഞാചക്രം. പുറം ലോകത്തെ കാണാനുള്ള 2 കണ്ണുകൾക്ക് പുറമേ
ഉള്ളിലെ സത്യത്തെ കാണാൻ സഹായിക്കുന്ന ആ മൂന്നാം കണ്ണ് ഈ പാലപ്രദേശത്താണുള്ളത്. അമ്മ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അറിവിനെ ഉണർത്തുന്നു. അതായത് നമ്മുടെ ഇച്ഛാശക്തിയും തീരുമാനങ്ങളും രൂപപ്പെടുന്നത് ആജ്ഞാചക്രത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്നവളാണ് ഫാലസ്ഥയായ അമ്മ. ഇനി ദേവിയുടെ 594 നാമമായ ഇന്ദുധനുപ്രഭ. മഴവില്ലിൻ്റെ കാന്തിയുള്ളവൾ. ഇന്ദ്രധനുസ് എന്നാൽ മഴവില്ല്. ആ മഴവില്ലിലെ 7 നിറങ്ങളും ചേർന്നതുപോലെയുള്ള അതീവ സുന്ദരമായ പ്രകാശത്താൽ ചുറ്റപ്പെട്ടവളാണ് അമ്മ എന്നാണ് ഈ നാമത്തിൽ പറയുന്നത്. അമ്മയുടെ ഈ മഴവില്ലിൻ്റെ നിറമുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നും മഴവില്ല് പോലെ സുന്ദരമായിരിക്കും എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. നെറ്റിയിലെ പുരികക്കൊടികൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിക്കുന്ന യോഗികൾക്ക് അവിടെ മഴവില്ലിൻ്റെ നിറമുള്ള പ്രകാശരശ്മികൾ ദർശിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഈ പ്രകാശമാണ് ലളിതാംബിക ദേവി. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 120ാമത്തെ ശ്ലോകം. ഹൃദയസ്ഥാരവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ഹൃദയസ്ഥ, അതായത് ദേവിയുടെ 595ാമത്തെ നാമം ഹൃദയസ്ഥ, ഹൃദയത്തിൽ വസിക്കുന്നവൾ, അതായത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ധ്യാനമൂർത്തിയായി ദേവി വസിക്കുന്നു. മാത്രമല്ല ഓരോ ജീവജാലത്തിൻ്റെയും ഹൃദയത്തിൽ അന്തര്യാമിയായി അമ്മ കുടികൊള്ളുന്നുണ്ട്. ഹൃദയം അനാഹത ചക്രത്തിൻ്റെ സ്ഥാനമാണ്. അവിടെയുള്ള സൂര്യമണ്ഡലത്തിൽ ജ്ഞാനസൂര്യനായി അമ്മ പ്രകാശിക്കുന്നു. ദൈവം ദൂരെ എവിടെയോ അല്ല ഉള്ളത്, മറിച്ച് നമ്മുടെ ഹൃദയാകാശത്തിൽ ആത്മചൈതന്യമായി വസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. ആ ആത്മചൈതന്യമാണ് സ്നേഹമയ്യായ അമ്മ. അതായത് നമ്മുടെ ഹൃദയമിടിപ്പായി സ്നേഹമായി അമ്മ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നമ്മൾക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അത് ആദ്യം അറിയുന്നത് ഹൃദയമയ്യായ അമ്മയാണ്. അമ്മയെ പുറത്തു തിരയുന്നതിനേക്കാൾ എളുപ്പത്തിൽ സ്നേഹമുള്ള ഹൃദയത്തിൽ കാണാൻ പറ്റും. കാരണം സ്നേഹമുള്ള ഹൃദയമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാസസ്ഥലം. ഓരോ ജീവിയുടെയും ഉള്ളിൽ ഞാൻ എന്ന ബോധമായി പ്രകാശരൂപത്തിൽ അമ്മ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഇനി ദേവിയുടെ 596ാമത്തെ നാമമായ രവിപ്രഖ്യ. രവി എന്നാൽ സൂര്യൻ, സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൾ. ഹൃദയാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന കോടി സൂര്യന്മാരുടെ പ്രഭയുള്ളവൾ എന്നർത്ഥം. ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ 2ാമത്തെ കൂടമായ മധ്യകൂടത്തിലെ സൂര്യമണ്ഡലത്തിന് തുല്യമായ കാന്തിയുള്ളവളാണ് ദേവി. സൂര്യൻ ഉദിക്കുമ്പോൾ ലോകത്തിലെ ഇരുട്ട് മാറുന്നതുപോലെ ഹൃദയത്തിൽ അമ്മ രവിപ്രഖ്യയായി ഉദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ട് നീങ്ങുന്നു. സൂര്യനില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലാത്തതുപോലെ ഹൃദയത്തിലെ ഈ ആദിത്യ തേജസ്സില്ലാതെ ജീവൻ നിലനിൽക്കില്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും ചൈതന്യമായി ഇരിക്കുന്നത് ഈ സൂര്യപ്രകാശമാണ്. ശിരസിൽ ചന്ദ്രനെ പോലെ കുളിർമ നൽകുന്ന അമ്മ, അതായത് ചന്ദ്രനിഭയായ അമ്മ, ഹൃദയത്തിൽ എത്തുമ്പോൾ സൂര്യനെ പോലെ ശക്തമായ ജ്ഞാനമായി മാറുന്നു. ഭക്തൻ്റെ ഉള്ളിലെ പാപങ്ങളെയും തെറ്റായ ചിന്തകളെയും ദഹിപ്പിച്ചു കളയാൻ ഈ രവിപ്രഖ്യാഭാവത്തിന് സാധിക്കുന്നു. ഇനി ദേവിയുടെ 597ാമത്തെ നാമമായ ത്രികോണാന്തര ദീപിക. ത്രികോണത്തിന് നടുവിൽ വസിക്കുന്നവൾ. ശ്രീചക്രത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള താഴേക്ക് മുഖമായിട്ടുള്ള ത്രികോണത്തിൻ്റെ ഉള്ളിലാണ് അമ്മയുടെ സ്ഥാനം. നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്തുള്ള മൂലാധാര ചക്രത്തിൽ ഒരു ത്രികോണമുണ്ട്.
ഇത് അഗ്നിമണ്ഡലമാണ്. ഈ ത്രികോണത്തിനുള്ളിൽ കുണ്ടലിനി ശക്തി ഒരു പാമ്പിനെ പോലെ ചുരുണ്ടു കിടക്കുന്നു. എന്നാൽ ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ത്രികോണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഊർജമാണ് എല്ലാ ജീവനിലും താപം അഥവാ അഗ്നിയായി ഇരിക്കുന്നത്. ഇനി ദേവിയുടെ 598 നാമമായ ദാക്ഷായണി. ദക്ഷപ്രജാപതിയുടെ പുത്രിയായി ജനിച്ചവളും ലളിതാദേവി തന്നെ. സതീദേവി എന്നറിയപ്പെടുന്ന ദക്ഷൻ്റെ മകളായി ജനിച്ചതുകൊണ്ട് ദാക്ഷായണി. ദാക്ഷായണിയായ ഈ സതീദേവിയാണ് പരമശിവൻ്റെ ആദ്യത്തെ പത്നി. ദക്ഷൻ നടത്തിയ യാഗത്തിൽ, അതായത് ദക്ഷയാഗത്തിൽ വെച്ച് തൻ്റെ പ്രിയതമനായ പരമശിവനെ ദക്ഷൻ അപമാനിച്ചപ്പോൾ ആ യാഗാഗ്നിയിൽ തൻ്റെ ശരീരം ത്യജിച്ചവളാണ് സതീദേവി. ഈ ത്യാഗത്തിലൂടെ പിന്നീട് 51 ശക്തിപീഠങ്ങൾ ഭൂമിയിലുണ്ടായി. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളാനുള്ള ആർജവമാണ് ഈ നാമം നമുക്ക് നൽകുന്നത്. ഇനി ദേവിയുടെ 599 നാമമായ ദൈത്യഹന്ത്രി. ദൈത്യന്മാർ എന്നാൽ അസുരന്മാർ. ഭണ്ഡാസുരൻ, മഹിഷാസുരൻ തുടങ്ങിയ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി ലോകത്തിന് ശാന്തി നൽകിയവളാണ് അമ്മ. ലോകത്തിന് ദോഷം ചെയ്യുന്ന എല്ലാ ശക്തികളെയും അമ്മ അടിച്ചമർത്തുന്നു. ധർമ്മ സംസ്ഥാപനത്തിനായി അമ്മ എപ്പോഴും ആയുധമേന്തുന്നു. മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ആസുരിക ഗുണങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയവയെ വേരോടെ പിഴുതെറിയുന്നവളാണ് അമ്മ. ദൈത്യന്മാർ എന്നാൽ ദിതിയുടെ പുത്രന്മാർ എന്നാണ് അർത്ഥം. കശ്യപ മഹർഷിക്ക് അദിതി, ദിതി എന്നീ 2 ഭാര്യമാരിൽ ദിതിയിൽ ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു തുടങ്ങിയവർ. സന്ധ്യാവേളയിൽ കശ്യപ മഹർഷിയെ നിർബന്ധിച്ച് മഹർഷിയുമായി രമിച്ചതിനാലാണ് ഇങ്ങനെയുള്ള പുത്രന്മാർ ദിതിക്ക് ജനിച്ചത്. ഇനി ദേവിയുടെ 600 നാമമാണ്. അങ്ങനെ നമ്മൾ 600 നാമത്തിൽ എത്തിയിരിക്കുന്നു. 600 നാമമാണ് ദക്ഷയജ്ഞവിനാശിനി. ദക്ഷൻ്റെ യാഗത്തെ മുടക്കിയവൾ. ദക്ഷൻ തന്നെയും തൻ്റെ ഭർത്താവായ പരമശിവനെയും ആ യാഗത്തിൽ വെച്ച് അപമാനിച്ചപ്പോൾ ദക്ഷൻ്റെ യജ്ഞത്തെ ദേവി തകർത്തു. അതായത് സതീദേവി യാഗാഗ്നിയിൽ തൻ്റെ ദേഹം ത്യജിച്ചു. ഇതറിഞ്ഞ് അവിടെയെത്തിയ പരമശിവൻ തൻ്റെ ജട പിഴുത് യാഗശാലയുടെ നിലത്തടിച്ചു. അപ്പോൾ അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. അമ്മയുടെ ഈ ഭദ്രകാളി ഭാവമാണ് ദക്ഷൻ്റെ തല അറുത്തതും യാഗശാല തകർത്തതും. ഈ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ മറന്നുകൊണ്ടുള്ള നമ്മുടെ എന്തു പ്രവൃത്തിയും അധികം ആയുസ്സില്ല എന്നാണ്. ദക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോയാണ്. ജ്ഞാനമില്ലാത്ത ഈശ്വരനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കർമ്മങ്ങളെയാണ് ദക്ഷയജ്ഞം എന്ന് വിളിക്കുന്നത്. ഇത്തരം അഹങ്കാരപൂർണമായ പ്രവൃത്തികളെ നശിപ്പിച്ച് ഭക്തനെ ശുദ്ധീകരിക്കുന്നവളാണ് അമ്മ. ഈശ്വര വിശ്വാസമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്ര വലുതായാലും അവ വിജയിക്കില്ലെന്നും അത് വിനാശത്തിലെ കലാശിക്കൂ എന്നും ഈ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അതായത് 121 ശ്ലോകം. ധരാന്തോളിത ദീർഘാക്ഷി ദരഹാസോ ജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർ ഗോമാതാഗുഹ ജന്മഭോ. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ധരാന്തോളിത ദീർഘാക്ഷി, അതായത് ദേവിയുടെ 601 നാമം. ധര എന്നാൽ അല്പം, ആന്തോളിതം എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ദീർഘാക്ഷി നീണ്ട കണ്ണുകളുള്ളവൾ. അതായത് അല്പമായി ഇളകിക്കൊണ്ടിരിക്കുന്ന നീണ്ട് മനോഹരമായ കണ്ണുകളുള്ളവളാണ് ദേവി. ഈ നാമത്തെ നമുക്ക് ഇങ്ങനെ വിശദമാക്കാം. അതായത് ദേവി അലസമായിരിക്കുന്ന സമയത്തും കൂടാതെ തൻ്റെ ഭക്തരെ കരുണയോടെ നോക്കുന്ന സമയത്തും
ദേവി തൻ്റെ ദീർഘമായ കണ്ണുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. ഇനി തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന സമയത്ത് ദേവി കോപത്തോടെ തൻ്റെ കണ്ണുകൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് സമയത്തും ദേവിയുടെ കണ്ണുകൾക്ക് രണ്ട് ഭാവമായിരിക്കും. ആദ്യത്തേത് സന്തോഷഭാവവും രണ്ടാമത്തേത് ക്രോധഭാവവും. ഈ ക്രോധഭാവം ഏതൊരാളിനെയും പേടിപ്പെടുത്തുന്ന നോട്ടമാണ്. ദേവിയുടെ മുഖലാവണ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാതോളം എത്തുന്ന ആ നീണ്ട കണ്ണുകളാണ്. ആ കണ്ണുകളുടെ ഓരോ ചലനവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ഇനി ദേവിയുടെ 602-ാമത്തെ നാമമായ ദരഹാസോജ്വലന്മുഖി. ഹാസം എന്നാൽ പുഞ്ചിരി. മന്ദഹാസത്താൽ ഉജ്ജ്വലമായ മുഖത്തോടു കൂടിയവൾ. ദേവി അതീവ സൗമ്യമായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണിവിടെ പറയുന്നത്. ഈ ദരഹാസം, അതായത് ചെറിയ പുഞ്ചിരി, ഭക്തരുടെ ഉള്ളിലെ ഭയത്തെയും സങ്കടത്തെയും അലിയിച്ചു കളയുന്നു. ഈ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നു. എന്നാൽ ദേവി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന സമയത്ത് ദീർഘമായി അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കാണുന്നവർക്ക് പോലും പേടി തോന്നുന്ന അത്രയും ഉജ്ജ്വലമായ മുഖമാണ് ദേവിക്ക്. ഉള്ളിൽ സദാ പരമാനന്ദം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആ മുഖത്ത് എപ്പോഴും പുഞ്ചിരി വിരിയുന്നത്. ഈ പുഞ്ചിരി കാണുന്ന മാത്രയിൽ തന്നെ ഭക്തൻ്റെ ഉള്ളിലെ സകല ദുഃഖങ്ങളും മാഞ്ഞു പോകുന്നു. തന്നെ വന്ദിക്കുന്ന ഭക്തനെ കണ്ടാലുടൻ അമ്മയുടെ മുഖത്ത് വിരിയുന്ന ആ മന്ദഹാസം ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് നൽകുന്നത്. ഇനി ദേവിയുടെ 603-ാമത്തെ നാമമായ ഗുരുമൂർത്തി. ഗുരുവിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ. ഗുരു എന്നാൽ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ദേവി തൻ്റെ ഭക്തരുടെ അജ്ഞാനത്തെ നീക്കി അവർക്ക് ജ്ഞാനം നൽകുന്ന ഗുരുമൂർത്തിയാണ് എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. പരമശിവൻ ദക്ഷിണാമൂർത്തിയായിട്ടിരുന്ന് മുനിമാർക്ക് ജ്ഞാനം നൽകിയതുപോലെ അമ്മയും ഗുരുരൂപത്തിൽ ഭക്തരുടെ സംശയങ്ങൾ നീക്കുന്നു. അതായത് ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് നമ്മുടെ കൈപിടിച്ച് നിർത്തുന്നത് ഈ പരാശക്തി തന്നെയാണ് എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര എന്ന പ്രമാണപ്രകാരം എല്ലാ ഗുരുക്കന്മാരിലും ചൈതന്യമായി ഇരിക്കുന്നത് പരാശക്തിയായ ദേവിയാണ്. ശ്രീവിദ്യ എന്ന അതിരഹസ്യമായ മന്ത്രം ശിഷ്യന് ഉപദേശിച്ചു നൽകുന്ന ഗുരുവിൻ്റെ ചൈതന്യം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ വന്ദിക്കുന്നത് അമ്മയെ വന്ദിക്കുന്നതിന് തുല്യമാകുന്നത്. ഇനി ദേവിയുടെ 604-ാമത്തെ നാമമായ ഗുണനിധി. നിധി എന്നാൽ നിക്ഷേപം അഥവാ ഖനി. എല്ലാ സദ്ഗുണങ്ങളുടെയും ഖനിയായിരിക്കുന്നവളാണ് ദേവി. കാരുണ്യം, വാത്സല്യം, ക്ഷമ, സ്നേഹം എന്നിങ്ങനെ ലോകത്തുള്ള എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉറവിടം അമ്മയാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയും തൻ്റെ ഉള്ളിൽ നിധി പോലെ സൂക്ഷിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവളാണ് അമ്മ. തന്നെ സമീപിക്കുന്ന ഭക്തർക്ക് ഈ സദ്ഗുണങ്ങളെ അമ്മ നിധി പോലെ ദാനം ചെയ്യുന്നു. യഥാർത്ഥ നിധി എന്നത് പണമല്ല, മറിച്ച് ഒരാളുടെ സദ്ഗുണങ്ങളാണെന്ന് അമ്മ ഈ നാമത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ദേവിയുടെ 605-ാമത്തെ നാമമായ ഗോമാത. പശുവിൻ്റെ രൂപത്തിലുള്ളവൾ. അതായത് സകല ദേവതകളും വസിക്കുന്ന പവിത്രമായ കാമധേനു എന്ന പശുവിനെ അമ്മയുടെ രൂപമായി ഇവിടെ സങ്കല്പിക്കുന്നു. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരവും സംരക്ഷണവും അമ്മ നൽകുന്നു. ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന കാമധേനുവാണ് ലളിതാംബിക. ഇനി ഗോ എന്ന വാക്കിന് വേദം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സകല വേദങ്ങളുടെയും മാതാവായവൾ, വേദമാതാവ്. കൂടാതെ ഗോ എന്നാൽ ഭൂമി. ഭൂമി ദേവിയായി ഇരുന്ന് സകലരെയും താങ്ങുന്നത് അമ്മയാണ്. ഇനി ദേവിയുടെ 606-ാമത്തെ നാമമായ ഗുഹജന്മഭൂ. ഗുഹൻ്റെ ജന്മത്തിന് കാരണമായവൾ.
ഗുഹൻ എന്നത് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അഥവാ മുരുകൻ്റെ പ്രസിദ്ധമായ നാമമാണ്. ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതാവാണ് ലളിതാംബിക ദേവി. ഗുഹ എന്ന വാക്കിന് ഹൃദയഗുഹ എന്നും അർത്ഥമുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്ന ചൈതന്യമാണ് സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യൻ്റെ അമ്മയായതുകൊണ്ട് ദേവി ഗുഹജന്മഭൂ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കടാക്ഷ കിങ്കരീഭൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭാ ഭാലസ്തേന്ദ്രധനുപ്രഭാ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപികാ ദാക്ഷായണീ ദൈത്യഹന്ത്രീ ദക്ഷയജ്ഞവിനാശിനി ദരാന്തോളിതദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർഗോ മാതാ ഗുഹജന്മഭൂഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.